മേയർ കെൻ മാത്യു, സുരേന്ദ്രൻ കെ പട്ടേൽ, ജോർജ് കോളച്ചേരി, അക്കോ തോമസ് എന്നിവരെ ക്ഷണിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ മാത്യു കുടിൽനാടൻ MLA ഏഷ്യാനെറ്റ് ന്യൂസുകാർ സാധാരണ പറയുന്ന പോലെ നേരോടെ നിരന്തരം നിർഭയമായി നിരന്തരമായി നേരിന്റെ നന്മയുടെ വഴികൾ പറയുന്ന പ്രശസ്ത പാർലമെന്റേറിയൻ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള മീറ്റിംഗ് പല ചടങ്ങുകളായതുകൊണ്ട് നമ്മൾ അല്പം താമസിച്ചു, ക്ഷമാപണം. എന്നാൽ പോലും ഈ 9 മണിയിൽ ഇത്രയധികം ആളുകൾ ഇപ്പോഴും ഇവിടെ നമ്മൾ ഏറെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുന്നത്. കാരണം ഞാൻ ഒരു മൂവാറ്റുപുഴക്കാരനാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട MLA കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അസന്നിഗ്ധമായിട്ട് പറയുവാൻ കഴിയും, ഡോക്ടർ മാത്യു കുഴൽനാടൻ എത്ര ഉയർന്ന പൊസിഷനിലെത്തിയാലും ഏത് ഉന്നത പദവി വഹിച്ചാലും മതേതരത്വവും ജനാധിപത്യവും മുറുക്കെ പിടിച്ചുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഡോക്ടർ മാത്യു കുഴൽനാടൻ എന്ന് എനിക്ക് 100% ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും കണ്ടതാണ് നിയമസഭയിലെ പെർഫോമൻസ്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ മനസ്സിൽ വിചാരിക്കുന്നത് പറയുവാനല്ല മൂവാറ്റുപുഴക്കാരൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ദൂരത്തിരിക്കുന്ന മൂവാറ്റുപുഴക്കാരനായ എനിക്ക് സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞൊരു നിമിഷമായിരുന്നു. എനിക്ക് MLA ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു കാര്യം പറയുവാനുള്ളൂ. ഞങ്ങൾ ONCCയും അമേരിക്കയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് അങ്ങൊപ്പമുണ്ട്. അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന ആ പോരാട്ടം തുടർന്നു പോകണം. സത്യം ഒരു നാൾ വിജയിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരുടെയും പേര് പറയുന്നതിൽ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ബേബി മണക്കുന്നേൽ, അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നേൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹ്യൂസ്റ്റണിലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മൂലമാണ് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാനിടയായത്. അതുപോലെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട മേയർ, ജഡ്ജ് ജെയിംസ് കൂടൽ, OICCയുടെ ഗ്ലോബൽ പ്രസിഡന്റ്, ചേംബറിന്റെ പ്രസിഡന്റ് സക്കറിയ കോശി, ജിജി ഓലിക്കൻ, ചാക്കോ തോമസ്, ജോർജ് കോലാച്ചേരി, ജീവൻ റാബി, വിവിധ സംഘടനാ നേതാക്കളായ ശശിയേട്ടൻ ഉൾപ്പെടെ ആരുടെയും പേര് പ്രത്യേകിച്ച് വിട്ടു പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഈ യോഗത്തിലുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളിന്ന് ആദരിക്കാനായിട്ട് വിളിച്ച ബേബി മണക്കുന്നേലിനും നമ്മുടെ പ്രിയങ്കരനായ ഗസ്റ്റ് MLAക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബാബച്ചൻ. നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ്, സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബോർഡിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സക്കറിയ കോശി ഇൻട്രോഡക്ടറി റിമാർക്സ് അറിയിക്കും. പ്രിയപ്പെട്ട സ്നേഹിതരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ കൂടുവാൻ OICCയും സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുപ്രകാരം ഒന്നിച്ച് ഒരു സ്വീകരണം ഇവിടെ ചെയ്യാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. അതിന് പ്രകാരം ഇങ്ങനെ ഇത്രയും അല്പം ലേറ്റായി പോയി, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കുക. കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ ഹ്യൂസ്റ്റണില് ഒരു ബിസിനസ്സുകാരന്റെ മനസ്സിൽ വന്ന ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചേംബർ ഉണ്ടാക്കുക. അങ്ങനെ 9 പേരാൽ തുടങ്ങി ഇപ്പോൾ 31 BODs ഉള്ള ഒരു സംഘടനയായി വളരുവാൻ സാധിച്ചു. 2010 നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ യുവജന KSUവിൽ കൂടി വളർന്നു വന്ന് ഈ 20 വരെ പല മേഖലയിൽ ഞാൻ 3-4 പേജ് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എഴുതി. അതൊന്നും പറയാൻ സമയമില്ല. 2004 മുതൽ 2020 വരെ ഓരോ മേഖലകളിൽ കൂടി ചവിട്ടിപ്പിടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഴൽനാടൻ. എനിക്ക് അദ്ദേഹത്തെ 2022 ഏപ്രിൽ 3-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. അതാണ് എന്നെ ഈ ദേഹത്തിനോട് കൂടുതലെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത് നിങ്ങളെല്ലാം യൂട്യൂബിൽ കണ്ടതായിരിക്കും. 10 വയസ്സ് മുതൽ 1 വയസ്സ് വരെയുള്ള 4 കുട്ടികളെ
ഒരു ബാങ്ക് ജപ്തി ചെയ്തിട്ട് അവരെ 8 മണിക്കൂർ 9 മണിക്കൂർ അവരെ വെളിയിൽ നിർത്തി. അവരുടെ പിതാവ് ഹോസ്പിറ്റലിൽ രക്തം ഛർദ്ദിച്ചു കിടക്കുന്നു, മാതാവ് അവരുടെ കൂടെ ഇരുന്നു. ഒരു കാരുണ്യവും കൂടാതെ ആ ബാങ്ക് അധികൃതർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാൻ ജപ്തി ചെയ്യുവാൻ അവരെ കൂട്ടി വെളിയിലാക്കി. രാത്രി 8:45 ഈ ദേഹം അവിടെ ചെന്ന് ആ പൂട്ട് തല്ലി പൊളിച്ചിട്ട് ഏത് കോടതി വന്ന് ശിക്ഷിച്ചോട്ടെ, ഞാൻ എന്റെ പിള്ളേരെ അകത്ത് കയറ്റുമെന്ന് പറഞ്ഞ് അത് കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് കുലുങ്ങി. ഞാൻ ഉടനെ തന്നെ ദേഹത്തെ ഞാൻ വിളിച്ചു. എന്തുകൊണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഈ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നത്. ഇദ്ദേഹം അന്നേരം ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ഞങ്ങളാകെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു MLA ഫണ്ടിൽ നിന്നും അവരുടെ തുക കൊടുത്ത് അവരെ റിലീസ് ചെയ്തു. അങ്ങനെ എത്ര ഞാൻ യൂട്യൂബിൽ കൂടി കാണുമ്പോൾ ഇത് ഒത്തിരിയും പറയാനുണ്ട്. ഇതുപോലെ ഒരു രാഷ്ട്രീയം 2 രീതിയിൽ രാഷ്ട്രീയക്കാരുണ്ട്. ഒന്ന് ഉപജീവനമായിട്ട് എടുക്കുന്ന രാഷ്ട്രീയം, എന്നാൽ രാഷ്ട്രത്തെ സേവിക്കുന്ന അത് 1-2% ആൾക്കാരുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മൂവാറ്റുപുഴ ത്രിവേണി സംഗമത്തിൽ നിന്നും ഉയർന്നു വന്ന മൂവാറ്റുപുഴയിലെ MLA. അത് ഈ എറണാകുളം ജില്ലയിലെ 2 പ്രമുഖ വ്യക്തികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ ബേബി മണക്കുന്നതിലും ഇത് നമ്മുടെ മാത്യു വെളിനാടിനും ഈ വേദിയിൽ ഒന്നിച്ചു വരുവാൻ സാധിച്ചു. ഞാൻ കൂടുതൽ എനിക്ക് ഒത്തിരി സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഇനിയും വരുമ്പോൾ അടുത്ത KPCCയുടെ പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് ഒരു യങ് മുഖ്യമന്ത്രിയായിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരാൻ സഹായിക്കട്ടെ. അതുപോലെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം. നിങ്ങൾ വന്നവർക്ക് എല്ലാവർക്കും ഈ സൗത്ത് ഇന്ത്യൻ US ചേംബറിന്റെ കഴിഞ്ഞ കാലത്തെ ഭാരവാഹികൾ, അതുപോലെ എല്ലാ സംഘടനയും വിശിഷ്ടാതികൾ ഇവിടെ വന്നവർക്ക് എല്ലാം ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനോഗ്രൽ അഡ്രസ് ചെയ്യുന്നത് മറ്റാരുമല്ല, ഇതുപോലെ തന്നെ ഈ KPCCയുടെ പോഷക സംഘടനയായ OICCയുടെ ഗ്ലോബൽ പ്രസിഡന്റ്, അതിന്റെ മേളിൽ ആരുമില്ല, ആ ഗ്ലോബൽ പ്രസിഡന്റ് ആയിട്ട് കഴിഞ്ഞ മാസം KPCC പ്രസിഡന്റ് നിയോഗിച്ച ശ്രീ ജെയിംസ് കൂടിലെ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം കുറച്ച് ഫെലിസിറ്റേഷൻ എല്ലാവരും ഓരോ മിനിറ്റിനുള്ളിൽ നിർത്തും. ദയവ് ചെയ്ത് നിങ്ങൾ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ബാബച്ചന്ദ്രത്തായി, സൗത്ത് ഇന്ത്യൻ ചേംബറിന്റെ പ്രസിഡന്റ് ശ്രീ സക്രിയ കോശി, നമ്മുടെ വിശിഷ്ടാതിഥി മിസ്റ്റർ മാത്യു വെളിനാടൻ MLA, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥി ഒരാളെ 2 വിശിഷ്ടാതിഥികൾ, നമ്മുടെ എല്ലാ അമേരിക്കയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയുടെ പ്രസിഡന്റ്, ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിന്റെ അമേരിക്കയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ ചേംബറിന്റെ പ്രസിഡന്റ്, മുൻ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്, മുൻ ഗാന അസോസിയേഷന്റെ പ്രസിഡന്റ്, അങ്ങനെ എവിടെ പോയാലും പ്രസിഡന്റ് പദവി അല്ലാതൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ബേബി മണക്കുന്ന്, നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ ഞങ്ങളുടെ OICCയുടെ മെമ്പറാണ് ബഹുമാനായ മേയർ കെ മാത്യു, നമ്മളെല്ലാം അഭിമാനം ജഡ്ജ് ശ്രീ സുരേന്ദ്രൻ പട്ടേൽ, നമ്മുടെ ജിജി ഒടിക്കൻ, കൊളച്ചേരി, മോഹൻറാണി, നമ്മുടെ ചക്കോച്ചൻ, ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ പോഷക സംഘടന. ഏതൊരു നേതാവും വന്നാലും അവരെ ഓണർ ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണ് ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ്. നമുക്ക് മുൻ നേതാക്കന്മാരെ ശ്രീ രമേശ് ചെന്നിത്തലയായാലും KPCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരു ധാർമ്മികമായ നമ്മൾ ഉത്തരവാദിത്തം നമുക്ക് നിർവഹിച്ചിട്ടുണ്ട്. ഏത് നേതാക്കന്മാർ പോസ്റ്റിൽ വന്നാലും അത് രാഷ്ട്രീയത്തിന് അതീതമായി അവരെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ചേംബറിലുള്ളത്. നമുക്ക് OICCക്ക് രാഷ്ട്രീയമുണ്ട്, സൗത്ത് ഇന്ത്യൻ ചേംബറിന് രാഷ്ട്രീയമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലപാടുകൾ അറിയിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്. നമ്മളെ ഏതെല്ലാം നേതാക്കന്മാർ വന്നിട്ടുണ്ടോ, എക്സാമ്പിൾ രമേശ് ചെന്നിത്തല ചെയ്യുന്നു. പിന്നെ നമ്മുടെ വേദിയിലുള്ള വിശിഷ്ട അതിഥി, നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മാത്യു കൊടുങ്ങാടൻ,
അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, സമയം വളരെ ചുരുക്കിയിരിക്കുകയാണ്. സദസ്സിലുള്ള സുഹൃത്തുക്കളെ എല്ലാവരും ഇവിടെ എത്തിയതിലും കാണുന്നതിലും വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ മാത്യു കുറുനാട് ഒരു സെന്റൻസ് പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തിരിയുണ്ട്. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു ആദർശധീരനായ ഒരു കർമ്മയോഗി എന്ന് പറയാൻ ഡോക്ടർ മാത്യു കുറുനാടിനെ ഞാൻ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ യുവതലമുറയ്ക്കും അദ്ദേഹം ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിർത്താൻ അധികം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ VT ബൽറാം, അല്ലെങ്കിൽ ഒരു ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ 3-4 പേരിലാണ്. എല്ലാവരും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാത്യു കുറുനാടിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വളരെ വാചാലമായിട്ട് സംസാരിച്ചു. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് മാത്യു കുറുനാടിന് അടുത്ത തലമുറയോടുള്ള ഒരു കടപ്പാട്. ഈ തലമുറ എങ്ങോട്ട് പോകുന്നു, ഈ തലമുറ നമ്മളെ വിട്ട് നമ്മളിൽ നിന്ന് പലായനം ചെയ്യുന്നു എന്നുള്ളൊരു കൺസേൺ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നിയമസഭയിൽ കേൾക്കുന്ന എനിക്ക് തോന്നുന്നു മാത്യു കുറുനാടിൽ കൂടെയാണെന്ന്. ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു സംസ്ഥാനത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ അടുത്ത ഒരു തലമുറ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനവും നാടും നാട്ടുകാരും നിന്നു പോവും, നിലച്ചു പോവും. ഒരു റിട്ടയറീസ് സ്റ്റേറ്റായിട്ട് കേരളം മാറും. അത് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം. അവസരങ്ങൾ ഉണ്ടായെങ്കിലേ മതിയാകൂ എന്ന് ശക്തമായിട്ട് നിയമസഭയിൽ വാദിക്കാനും തൻ്റെ കൂടെ നിൽക്കുന്നവരെയും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും താഴ്ന്നവനായാലും ഉയർന്നവനായാലും ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ അനീതിക്കെതിരെ ശക്തമായി പോരാടാനുമുള്ള ധൈര്യം സധൈര്യമായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്ന സുഹൃത്ത് ശ്രീ മാത്യു കുറുനാടൻ, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഭിമാനമായ അമേരിക്കൻ മലയാളികൾക്ക് അഭിമാനമായ ഫോമയുടെ നിയുക്ത പ്രസിഡന്റ്, ഞങ്ങളുടെ സ്വന്തം ബേൽച്ചായൻ, ചേംബറിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ മേയർ, ജഡ്ജ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. ഏകദേശം 10-11 വർഷം മുമ്പ്, 11 അതിനു മുമ്പ് ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളായിരുന്നു ചേംബർ ഓഫ് കൊമേഴ്സ്. അന്ന് മാത്യു ഇവിടെ വന്ന ഒരു കൊച്ച് MLA അല്ല, ഒരു വക്കീലായിട്ടാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിന് അന്ന് ഞങ്ങളുമായിട്ട് ഒത്തിരി ചേംബർ ഓഫ് കൊമേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെയായിരിക്കണം ഇതിന്റെ ഉത്തരവാദിത്തങ്ങള്, കടമകള്, അതുപോലെ ഇതിന്റെ ലീഗൽ വശങ്ങള്, അങ്ങനെ ഒത്തിരി നേരം ഞങ്ങളുമായിട്ട് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ബാബച്ചൻ, നമ്മുടെ അസോസിയേഷൻ ചേംബറിന്റെ പ്രസിഡന്റ്, അതുപോലെ ഇന്നത്തെ പ്രമുഖ അതിഥികളായിരിക്കുന്ന നമ്മുടെ മാത്യു കുറുനാടൻ MLA, നമ്മുടെ അഭിമാനമായിരിക്കുന്ന മിസ്റ്റർ ബേബി മുണക്കുന്റെ സുഹൃത്തുക്കളെ, എനിക്ക് ഈ പൊളിറ്റിക്സായിട്ട് വലിയ ഒന്നുമില്ലെങ്കിലും ഡോക്ടർ മാത്യു കുറുനാടൻ്റെ കാര്യം 1-2 കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹം ഇത്ര സിമ്പിളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കൺവെൻഷന് പുട്ടഖാനയിൽ പോയപ്പോൾ ഞങ്ങളെല്ലാം ഒരുങ്ങി ബാങ്ക്വറ്റിന് പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഞാനൊരു ഷർട്ട് എടുത്തിട്ട് എൻ്റെ ബട്ടൺസ് നോക്കിയിട്ടപ്പോൾ അത് ഇടാൻ പ്രയാസം. അപ്പോഴാണ് നമ്മുടെ കുറുനാടൻ വന്നിട്ട് എൻ്റെ ഷർട്ടിട്ട് ടൈം ഒക്കെ എല്ലാം ശരിയാക്കി തന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത്, മക്കളില്ലാത്ത എനിക്ക് ഒരു മകൻ ഇതിനത്തിൽ തരുന്നു, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കത് തോന്നിയത്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ചെറുപ്പക്കാരെ മാത്രമല്ല എന്നെപ്പോലുള്ള വയസ്സന്മാരെയും ജയിക്കാൻ അറിയത്തുണ്ടെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ
ആ നല്ല പ്രവൃത്തി നമ്മുടെ നാട്ടുകാർക്ക് നന്മ വരുന്നതിനായിട്ട് ദീർഘകാലം അദ്ദേഹത്തിനെ ആശംസയ്ക്കായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം നേതാക്കന്മാർ ഇപ്പോൾ എല്ലാവരും പ്രസംഗിക്കുന്നവർ. OICC സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജോയി തുമ്പമണ്ണ, ഫിന്നി, സൈമൺ, അങ്ങനെ ധാരാളം ആളുകൾ ഇപ്പോൾ. എല്ലാവരും ക്ഷമിക്കണം, സമയത്തിന്റെ പരിമിതി കുറവുകൊണ്ടാണ്. ഞാൻ പ്രവാസി കോൺഗ്രസിന്റെ നേതാവ് സാമിനെ ക്ഷണിക്കുന്നു. ഹലോ, എന്റെ പേര് സാബു കോവക്കാട്ടിൽ. ഈ സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഏത് പരിപാടിക്കും ഒരു ഗസ്റ്റായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ എന്നെ ക്ഷണിക്കുന്ന ഒരാളാണ്. സാധാരണ രാഷ്ട്രീയ മീറ്റിങ്ങുകളിൽ ഞാൻ വരുന്നത് എനിക്കിഷ്ടമുള്ള ആൾക്കാരുള്ളതേ ഉള്ളൂ. ഞാനൊരു UDF പ്രവർത്തകനാണ്. 1978 മുതൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പറായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് 11 മാസമായതിൽ ഇവിടെ വന്നിട്ടുള്ളൂ. ഈ സ്റ്റേജിലും വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ എല്ലാ നല്ല ആളുകൾക്കും ഈ നല്ല ഈവനിങ്ങിലെ ആശംസകൾ നേരുന്നു. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് കേരള കോൺഗ്രസിന്റെ ഹൈപ്പവർ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. ഏതാണ്ട് 83 പേര് ഉള്ള ഹൈപ്പവർ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു ഞാൻ. എനിക്ക് ഈ മാത്യു സാറിനോട് അടുത്ത് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അല്പം തിരക്കുള്ള ദിവസമായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങനെ പറ്റി പറഞ്ഞു. അതിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് ഒക്കെ നിർത്തുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ്. മൂവാറ്റുപുഴ അസംബ്ലിയിലേക്ക് മാത്യു സാറ് മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സീറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ഞാനും കോതമംഗലം രൂപതയിൽപ്പെട്ട ഒരാൾ അരുണച്ചൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അറക്കൽ പിതാവിനെ വരെ കാണാൻ പോയി ആ സീറ്റ് ഫ്രാൻസിസ് ജോർജിന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് രാജു ചേട്ടനോട് മാത്യു സാറിനെ ചോദിച്ചാൽ അറിയാം. ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. രാജു ചേട്ടൻ ഞാൻ വിളിക്കുന്നുണ്ടോ ഫ്രാൻസിസ് ജോർജിനെ. അത് 33 വർഷമായിട്ടുള്ള ബന്ധമാണ്. എനിവേ, അന്ന് പോകാനുള്ള കാരണം മാലം സുരേഷ് എന്ന് പറഞ്ഞ അറക്കൽ പിതാവിന്റെ ഏറ്റവും അടുത്ത ആൾ പറഞ്ഞു, അറക്കൽ പിതാവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ സംഗതി തരപ്പെടും എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ കേരള കോൺഗ്രസിൽ ചില അടിപിടി പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. എല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും പ്രശ്നങ്ങളും പ്രകടനങ്ങളും ഉണ്ട്. അന്ന് ഇങ്ങനെയുള്ള അവസരത്തിൽ അദ്ദേഹത്തിന് മിറ്റത്തുള്ള മൂവാറ്റുപുഴ സീറ്റ് കിട്ടിയാൽ അദ്ദേഹം 100% ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പല ആൾക്കാരും അദ്ദേഹത്തിന് ആ സീറ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കി. അന്ന് ഈ കുഴനാടൻ സാറ് ഈ പിക്ചർ, എന്റെ പിക്ചറൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു സത്യം. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കേരള കോൺഗ്രസിനകത്തെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം അത് കിട്ടിയില്ല, നടന്നില്ല. PJ ഓഫീസർ കോവിഡായിട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം. എനിവേ, നിർഭാഗ്യവശാൽ കിട്ടിയില്ല. പക്ഷേ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു, ഫ്രാൻസിസ് ജോർജിനെക്കാളും എന്ന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അതിലും പ്രഗത്ഭനായ ഒരു നിയമസഭാ സാമാജികനെ കേരള നിയമസഭയിൽ കിട്ടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇന്ന് സാറ് വരുന്നുള്ളവരും ഫ്രാൻസിസ് ജോർജിനെ അറിയിച്ചിരാവില്ല. ഇന്നാണ് വരുന്നത്, മോൻസ് പോകുന്നോ എന്ന് ചോദിച്ചു. മോൻസ് ഇന്നോ നാളെ മുട്ടക്കാരെന്ന് പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിവേ, അതുപോട്ടെ. എനിവേ, എനിക്ക് ആ അബദ്ധം ആവശ്യപ്പെടാനും നിങ്ങളുടെ സാക്ഷി ചോദിക്കാനുമുള്ള ഒന്ന് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ 21 വർഷം മുമ്പ് നാട്ടിൽ പോയി, നാട്ടിൽ ജീവിച്ച ആളാണ്. നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കളികളും കണ്ടു. ന്യൂയോർക്കിൽ നിന്നും 2003 നാട്ടിൽ പോയി പറക്ക പറ്റാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി 3 പേരും ഇവിടെ വന്ന് സെറ്റായി. ഇനി പിള്ളേരുടെ കൂടുതൽ ഞാനും ഒരു ഭാര്യയും കുടിയേറിയ സമയം. ഇപ്പം 21 വർഷത്തിന് ശേഷം ഞാൻ വന്ന് കയറിയത് ഭൂഷണങ്ങൾ എന്ന മഹാസൗഭാഗ്യങ്ങളുടെ നടുവില എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒരുപാട് സ്നോ കുത്തിയിട്ടുള്ളതാണ് ന്യൂയോർക്കിലെ. എനിവേ, എനിക്കറിയേണ്ട 2-3 കാര്യങ്ങൾ സാർ എനിക്ക് പറ്റുമെങ്കിൽ ബുദ്ധിമുട്ടില്ല റിപ്ലൈ തരണം. എക്സ്ട്രാ ലോജിക്കൽ കമ്പനിയുമായിട്ടുള്ള പ്രശ്നം, വീണ വിജയന്റെ ഇത്, അതുപോലെ കരിമണ്ണ ഖനനം കർത്ത, ഈ പിന്നെ ഒരു PWC, ഈ 3-4 കരുത്തുറ്റ കാര്യങ്ങൾ സാറ് നിയമസഭയിൽ ഉന്നയിച്ചു. തകർത്തായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സീറ്റിൽ എഴുതിട്ട് പോയ കാര്യം എന്നോട് പറഞ്ഞു. പുള്ളിക്ക് മറുപടി പറയാൻ ഇല്ലാത്ത അവസരം പറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നം അതോടെ കെട്ടടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു സാറേ. എന്നാണെന്ന് അറിയാൻ പറ്റില്ല. സാറിന്റെ കൂടെ സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണോ, UDFന്റെ തകർച്ചയാണോ, UDFന്റെ കഴിവുറവാണോ, എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതോ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു അന്തർധാരം ഉണ്ടായി പിണറായി വിജയനെ CBI കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇതൊക്കെ എനിക്കൊന്നും അറിയാം. അങ്ങനെ ഒരു സുപ്രീം കോടതിയാണ്. ഞങ്ങൾക്ക് സഹിക്കാൻ മേലാത്ത, കാരണം നാട്ടിൽ ജീവിക്കാൻ മേലാത്ത അവസ്ഥയായെന്ന് 21 വർഷം നാട്ടിൽ നിന്ന് ഞാൻ ഇപ്പൊ പറയുവാണ്. എനിക്കിപ്പോ നാട്ടിൽ പോകാൻ പേടിയാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാര് നമ്മളെ ഒരിക്കൽ ബലമായിട്ട് കയറുന്നു, സഹിച്ചേട്ടാ പൈസ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ അടുത്ത ഒരു 6 മാസം ഉണ്ടായി.
അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണോ ഒരു ഭരണം മാറി. ഞാൻ ആരെയും രാഷ്ട്രീയപരമായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നരുത്. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ കൊല്ലനാടൻ സാറിനെ പോലെയുള്ളവർ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങേരുടെ വീട് അളക്കുന്നതും അങ്ങനെ പുറത്താക്കുന്നതും കേസ് കയറുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്യാനാ. പക്ഷെ ഇവിടെയുള്ള ഇതുപോലെയുള്ള മഹാന്മാർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. എന്താണ് സാറിനൊക്കെ പറ്റിയത്? സാറിനെ പോലുള്ള അപൂർവത്തിൽ 2-3 പേർ അവർക്ക് പറ്റിയത് തന്നെയാണ്. എന്ത് പറ്റിയെന്ന് ഞാൻ ആകാംക്ഷയുണ്ട്. വളരെയധികം വിഷമത്തോടെയാണ് പറയണത്. കാരണം അതുപോലെ സാർ നിയമസഭയിൽ ഓരോ പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞു. അതെല്ലാം മറുപടി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ, ആരെയൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ സംഭവിച്ചപ്പോൾ തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് സാറിനെ അടുത്ത് കാണാനും പരിചയപ്പെടാനും വന്നതാണ്. എന്നോട് ക്ഷമിക്കണം, സമയം കൂടുതൽ എടുത്ത് ക്ഷമിക്കണം. എല്ലാവർക്കും എന്റെ നന്ദി. OICCയുടെ പൊന്നാടിയും ഇപ്പോൾ അണിക്കുന്നതായിരിക്കും. ട്രൈക്കളർ ഷാളാണ്. നമ്മുടെ OICCയുടെ നാഷണൽ പ്രസിഡന്റ് പ്രതീക്ഷയാണ്. ഇപ്പോൾ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ അഭിമാനമായ OICC USA നാഷണൽ പ്രസിഡന്റും ഇപ്പോൾ പുതിയ ഫോം ആവച്ചൻ, ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടൽ, വേദിയിലിരിക്കുന്ന നമ്മുടെ ജഡ്ജ്, സ്റ്റാഫോർഡ് മേയർ, സൗത്ത് ഇന്ത്യ യൂസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, സ്നേഹമുള്ള സുഹൃത്തുക്കള്, അതോടൊപ്പം തന്നെ ഇന്ന് കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ഡോക്ടർ മാത്യു കുഴൽനാട്. പ്രിയമുള്ളവരെ, നമ്മള് കുറെ ദിവസങ്ങളായി, കഴിഞ്ഞ 8-9 മാസമായി ഞാൻ ഭൂമിയിലേക്ക് ഒന്ന് മത്സരിക്കണം. ഇവിടെ നമ്മുടെ ശശിധരൻ നായർ പറഞ്ഞതുപോലെ വേണോ വേണ്ടയോ പല പ്രാവശ്യം വന്നു, പല പ്രാവശ്യം മാറി. അവസാനം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് കൂടി പറഞ്ഞു വരണം എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ എന്നെ കൂട്ടത്തിൽ നിന്ന ഇപ്പൊ എന്നോടൊപ്പം ഉള്ള പലരും, അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വിളിച്ച് എന്നോട് പറഞ്ഞു, ജയിച്ചാൽ വരണം, നമുക്കൊന്നിച്ച് മത്സരിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടോടുകൂടി നല്ല ഒരു ടീമാണ് എന്നോടൊപ്പം ഉള്ളതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ ഫോർമേറ്റ് പ്രസിഡന്റായിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോർമേറ്റ് ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട്, പേഴ്സണലായിട്ട് വിളിക്കാൻ പറ്റുന്നവരെ വിളിച്ചു. അതോടൊപ്പം തന്നെ ഏതൊക്കെ വിധത്തില്, അതുപോലെ ഒത്തിരി പേരും പ്രാർത്ഥിച്ചു ഏതെങ്കിലും വിധത്തിൽ ജയിച്ചു വരണം. അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ നേതാവ് MLA ആയി MP ആയി കേരള നിയമസഭയിൽ ഒരു ഗർജിക്കുന്ന സിംഹമായി നമ്മളിൽ നിന്ന് വിട്ടുപോയ PT എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച വലിയ നേതാവിന് ദൈവം കരുതി വെച്ചതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു നേതാവിനെ കൊടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി. തന്റേടിയായ PT തോമസിന്റെ കാലശേഷം അയ്യോ നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായി നിൽക്കുവാൻ, തന്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ പറയുവാൻ ദൈവം ഒരുക്കി വെച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ. പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. പ്രൊഫഷണൽ കോൺഗ്രസ് ഇവിടെയുള്ള എഞ്ചിനീയർമാര്, ഡോക്ടർമാര് തുടങ്ങിയ പ്രൊഫഷണൽസിനെ ഒരുമിച്ച് വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കീഴിൽ അണിനിരന്ന കരുത്തനായ നേതാവാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ കടന്നു വന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കുഴൽനാടനെ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഏറ്റവും പ്രിയങ്കനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക സ്ഥാനത്തെക്കാളുപരി ഒരു കുടുംബ സുഹൃത്ത്, ഒരു ജ്യേഷ്ഠനെ പോലെ അടുപ്പമുള്ളതാണ് പാവനേട്ടൻ. അതുപോലെ മറ്റ് ബഹുമാനികളായിട്ടുള്ള വിശിഷ്ടാതിഥികൾ, ഇന്ന് ഒരുപക്ഷെ അമേരിക്കൻ മലയാളികളുടെ മാത്രമല്ല, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലെ മലയാളികളുടെ അതുപോലെ ഞങ്ങളുടെയൊക്കെ ഇന്ന് പ്രതീക്ഷയായി മാറിയിട്ടുള്ള ഫോമയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്ന ശ്രീദേവി മണക്കുന്നേര്, അതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ശ്രീ ജെയിംസ് കൂടൽ, അതുപോലെ സക്കറിയ കോശി. ഐ എം ഓണർഡ്
the presence of Honorable Sri Mayor Ken Matthew, അതുപോലെ Honorable Judge സുരേന്ദ്രൻ കെ പട്ടേൽ, മറ്റ് വിശിഷ്ടാതിഥികൾ, പേരുകൾക്ക് സമയം കളയുന്നില്ല, സഹപ്രവർത്തക സുഹൃത്തുക്കളെ. എനിക്കറിയാം ഇത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള അവസ്ഥയല്ല. അമേരിക്കയിൽ ഇത്രയും വൈകി ഇനിയും ഒരു മീറ്റിംഗ് നീണ്ടുപോകുന്നത് ഒട്ടും ഉചിതമല്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളിവിടെ സംസാരിച്ച നിരവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ വ്യൂസും അഭിപ്രായവും അഡ്വൈസും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അതിനിപ്പോൾ അതിനൊരു ഇൻട്രാക്ഷനുള്ള സമയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഓൾറെഡി വെരി ലേറ്റ്. പക്ഷേ എനിക്കത് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങളെല്ലാവരും വന്നതിൽ ഞാൻ ആദ്യമായി ഞാൻ നന്ദി പറയാം. എനിക്ക് ഓർമ്മ 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു ചെറിയൊരു റിസപ്ഷനിൽ ഒരു ഇൻട്രാക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. അന്ന് ജോലിയായിരുന്നു പ്രസിഡന്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ഞങ്ങളങ്ങനെ അന്നേ എനിക്ക് ഹ്യൂസ്റ്റണിലെ ഈ ഒരു ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് അങ്ങനെ ഒരു ബന്ധം അന്നേ ഉള്ളതാണ്. അന്ന് ഞങ്ങൾ ന്യൂസൊക്കെ അങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെയാണ് പോകുന്നത്. പിന്നീടാണ് എനിക്ക് ഇതുപോലെ ഒരു റോളിൽ വരാൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വരുമ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഇവിടെ വിദ്യയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ MLA ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടെ നിന്ന് ഹോളിലിരിക്കുന്ന എൻ്റെ ചേട്ടൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ പഴയകാല ചരിത്രം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് വിദ്യ. അന്ന് ഞാൻ വളരെ നോട്ടി ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. വിദ്യയെ വളരെ ഏറ്റവും പാവം ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പോൾ അവിടെ നിന്ന് കടന്നു പോകുന്നു. നമ്മളിങ്ങനെ പല ജീവിതത്തിൽ പല വേഷങ്ങൾ അല്ലെങ്കിൽ പല റോളുകൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ദൗത്യം തമ്മിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാനിന്ന് MLA ആയിട്ട് വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ പോലെ എൻ്റെ ഒരു പർപ്പസ് ആണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. രാഷ്ട്രീയത്തോട് പാഷനുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിന് അതിൻ്റെതായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെട്ടിരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും ഏതെങ്കിലും സമയത്തൊക്കെ സംഘടന പ്രവർത്തനം നടത്തിയവരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോ ഒക്കെയാണ്. രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഒരു മൊമെൻറ്റവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെതായ ഒരു അഡ്രിനാലിൻ റേസൊക്കെ ഉണ്ടാകും, ഒരു പാഷൻ അതിനുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് ഈസ് യുവർ പർപ്പസ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം വേണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രവാസികളുടെ ഏറ്റവും വലിയ അവരൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ നാട്ടിലെ സിസ്റ്റത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിരന്തരം ബന്ധപ്പെടുന്ന കാണുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും ഏത് രാജ്യത്താണ് പ്രവാസികളായിരിക്കുന്നത് മുഴുവൻ പേരും അങ്ങനെ പറയാൻ കാരണം കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച്, കേരളത്തിൻ്റെ ഒരു സാധ്യതകൾ അനുസരിച്ച് കേരളത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓവർ ദ ഇയേഴ്സ് ഭരിച്ച നമ്മുടെ നേതാക്കന്മാർ മോശക്കാരെന്നല്ല പറയും, പക്ഷെ ഇതിനേക്കാളേറെ കേരളം ഡിസർവ് ചെയ്യുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഈസിയല്ല. നമ്മൾ കാര്യം പറയുമ്പോൾ വളരെ എളുപ്പമാണ്. മാറ്റം വേണം, എല്ലാം ഉടച്ചു വാർക്കണം, മാറ്റും ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതികളെ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പറയാനും മുദ്രാവാക്യം എളുപ്പമാണെങ്കിലും whenever we try to bring change in the system will react against you. അതാണ് ഇതിൻ്റെ സത്യം. ഞാനിപ്പോൾ അവിടെ വേറെ യാതൊരു തെറ്റും കുറ്റവും ചെയ്തിട്ടല്ല. സ്വാഭാവികമായിട്ടും എനിക്ക് ബോധ്യമുള്ള ഇവിടെ അദ്ദേഹം ആ കാര്യം കൂടി സൂചിപ്പിച്ചോണ്ടാണ് പറയുന്നത്. ഞാൻ പ്രതിപക്ഷത്തുള്ള ഒരു MLA എന്ന നിലയിൽ, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ CPM-ന്റെ മുഖ്യമന്ത്രി ആക്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രം കൊണ്ടുവന്നൊരു വിഷയമല്ല. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. Before raising something, I had gone in deep. എന്നോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കോളേജ് ഇൻട്രാക്ഷൻ നടന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പല ചോദ്യം ഇൻട്രാക്ഷൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു, സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ധൈര്യം വന്നത്, ഇത്രയും ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഇങ്ങനെ പറയാൻ ഇങ്ങനെ സാറിന് ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു. ആ ധൈര്യം അങ്ങനെ വേറെ അങ്ങനെ എക്സ്ട്രാ ധൈര്യം ഉണ്ടായിട്ടില്ല. അതിന് പറയും കറേജ് ഓഫ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അതിനെ ഇപ്പം ആര് നിഷേധിച്ചാലും എനിക്ക് ബോധ്യമുള്ള കാര്യം, എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ
ഉച്ചത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് CM നേരിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടും ഞാനത് വിട്ടുകൊടുക്കാതെ നിയമസഭയ്ക്കകത്തും പുറത്തും ആ വിഷയം മുമ്പോട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണ അതായിരുന്നു എൻ്റെ ഒരു കരുത്ത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കാവുന്നത് ഒട്ടും ഈസിയല്ല. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വാർത്തകൾ കാണുന്നു, കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതൊക്കെ കാര്യം നമുക്ക് വലിയ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറ്റ്സ് നോട്ട് അതത്ര പ്രയാസമുള്ള കാര്യമാണ്. ഉള്ളതോ ഇല്ലാത്തതോ ഏത് കാര്യവും വന്ന് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യും. 1-2 ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ തൊട്ടപ്പുറത്തെ മീറ്റിംഗ് അവരുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബവും എൻ്റെ പശ്ചാത്തലവും എൻ്റെ പാരൻസിനെ ഒക്കെ അറിയാവുന്നവരാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ വീട്ടിലെ ഒരു വീട് അളക്കാൻ വരുന്ന സമയത്ത് അളന്ന റവന്യൂ ഉദ്യോഗസ്ഥയോട് പറഞ്ഞത് അവിടുത്തെ ഞങ്ങളുടെ സ്ഥലം അളന്ന് വരുമ്പോൾ റോഡിലാണ് സ്ഥലം മുഴുവൻ കിടക്കുന്നത്. ഒരു ഇഞ്ച് പോലും ഇല്ലാന്ന് മാത്രമല്ല ഞങ്ങൾ അതിന് ശരിക്കും കുത്തിയ റോഡ് പകുതി അകത്ത് വിടുക. അങ്ങനെ അത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ആ രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് മിഷനറി ഉപയോഗിക്കാൻ കഴിയും. ഇടുക്കിയിലുള്ള ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് അവർ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കി. അപ്പൊ അതെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ വന്നാലും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കരുത്താണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾ തരുന്ന ഒരു സ്നേഹവും പിന്തുണയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നിങ്ങളിവിടെ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു വെറുതെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഊർജം ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ സാന്ദർഭികമായി അങ്ങനെ സൂചിപ്പിച്ച ഒരു കാര്യം ഓർത്തു പോയത്, ഞാൻ ദളിത് ഫാമിലി ആ കുട്ടികളെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനത് ചെയ്യാനില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ തട്ടിയ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെത്താണ്. കാരണം അത് ഞാൻ ചെയ്യാനതിന് മുമ്പ് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ലീഗൽ എറർ അവരുടെ ഭാഗത്തുണ്ട്. കാരണം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തപ്പോൾ മൈനറായിട്ടുള്ള കുട്ടികളെ ഇറക്കി വിടാനുള്ള റൈറ്റ് ഒരു റിക്കവറിയും ഒരു നിയമം അവർക്ക് നൽകുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ US-ലായിരുന്നെങ്കിൽ ആ ബാങ്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുക്കുന്നതാണ്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് കോമ്പൻസേഷൻ കൊടുക്കും. നാട്ടിൽ ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനേറ്റ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്താലും ആരും ചോദിക്കാത്തൊരു സിസ്റ്റമാണ്. പക്ഷെ ഞാൻ MLA ആയിരുന്നുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ട് അസെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോയർ ആയിരുന്നുള്ളായിരുന്നു എൻ്റെ സ്ട്രെങ്ത്. MLA എന്നിട്ട് ഞാൻ അത് ചെയ്ത ആ ഒരു കോൺടാക്റ്റിൽ പോലും ആ കാര്യത്തിൽ എനിക്കെതിരെ കേസെടുക്കാൻ പറ്റും അന്ന് നോക്കിയത്. കാരണം ബാങ്ക് ഔദ്യോഗികമായി കൂട്ട് തകർത്തു. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ല, എൻ്റെ കൂടെ കുറെ കോൺഗ്രസ്സുകാരെല്ലാം ഉണ്ടായിരുന്നു. എനിക്കറിയാം അവരെല്ലാം കേസിൽ പ്രതിയാവും. അവരെയൊക്കെ പ്രതിയാക്കി അവരെ കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. വേട്ടയാടെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അവരെല്ലാം കേസിൽ പ്രതിയാണ്, ട്രസ്പാസ് ആണ്, അകത്തു പോകും. നമ്മുടെ കൂടെ ഞാൻ MLA നിലയ്ക്ക് വന്നത് നേതാവിന്റെ കൂടെ വരാൻ വേണ്ടി വന്ന പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ പറഞ്ഞു എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇസ് മൈൻ. അതുകൊണ്ടാണ് ആ പൂട്ടയിൽ ആദ്യത്തെ അടി ഞാൻ തന്നെ അടിച്ചു പൊട്ടിച്ചോളാന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അവിടെ പാർട്ടിക്കാർ പിള്ളേരോട് ആരോടും പറഞ്ഞില്ലെങ്കിൽ അവരെ പൂട്ടടിച്ച് പൊട്ടിക്കായിരുന്നു. പക്ഷെ അത് അടിച്ചു പൊട്ടിച്ചാൽ അവനകത്ത് പോയി ഞാൻ പുറത്തു നിൽക്കുകയും ചെയ്യും. എനിക്കറിയാൻ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പൂട്ടടിച്ചു പൊട്ടിച്ചത്. പൂട്ടടിച്ച് പൊട്ടിക്കുമ്പോൾ എനിക്ക് ലോയർ എന്ന നിലയിൽ ധൈര്യം എനിക്കുണ്ടായിരുന്നു. കാരണം മൈനറായിട്ട് അവരെ ആ സമയത്ത് പിന്നെ ബാക്കി പിന്നെ അവരുടെ ഡെപ്റ്റാണ് പ്രശ്നം. ഞാൻ ബാങ്കുകാരോട് അന്നേ വിളിച്ച് പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഐ എം ടേക്കിംഗ് ഓവർ ദ ഡെപ്റ്റ്. ഇഫ് യു കം ടുഡേ ഐ എം ജസ്റ്റ് പേയിങ് ഇറ്റ് ഓഫ്. ആ രാത്രി അവരുടെ 2 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ ആ രാത്രി തന്നേക്കാം. ഐ എം ഇൻറ്റിമേറ്റിംഗ് യു ഓവർ ഫോൺ. ഐ ഹവ് ടേക്കൺ ഓവർ ദ ഡെപ്റ്റ്. ഐ എം വില്ലിംഗ് ടു പേ ഇറ്റ് ഓഫ് അറ്റ് എനി ടൈം യു ക്യാൻ കളക്ട് ഇറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ആ വോട്ട് എടുത്ത് വിളിച്ചത്. അപ്പൊ അങ്ങനെ അടിച്ചു വെച്ച് അടുത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം വിളിച്ചു കാണുന്നത് ശരിയാണ്. ഇപ്പോഴും എന്റെ ഫോണിൽ പരിശോധിച്ചറിയാം. ഐ റിസീവ്ഡ് കോൾസ് ഫ്രം അക്രോസ് ദ ഗ്ലോബ്. ഞാൻ ഇതിന്റെ അന്ന് വിളിച്ച അന്ന് ഫോർവേഡ് പ്രസിഡന്റ് ആയിരുന്ന അനീജോറാണ് വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ച് അവരെ പൈസ മുഴുവൻ പേ ഓഫ് ചെയ്യാനുള്ള വില്ലിങ്നെസ് അവർ പറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ 100 കണക്കിന് ആളുകൾ വിളിച്ചു. ഐ ഡു കളക്ടഡ് ഈസിലി 50 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടുമായിരുന്നു. കാരണം ആ ഒരു വൈകാരികമായ കാരണം എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. ആ ബാങ്ക് ഈ 2 കുട്ടികൾ മാത്രം ഉള്ളപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ, വീട് കൂട്ടാൻ പോകാമെന്ന് പറയാണ്. അപ്പൊ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തിട്ട് ഇറങ്ങിക്കോ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു, മക്കൾ എന്താ എടുത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബാഗും പുസ്തകവും എടുത്തുകൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആ കുട്ടികൾക്ക് ആകെ സ്വന്തമായിട്ടുള്ള അവർ ബാഗ് കുട്ടികൾ വേറെ ഒന്നും വീട്ടിൽ വിലപിടിപ്പുള്ള സാധനം എടുക്കാനല്ലോ ആഗ്രഹിക്കുന്നു. അവരവരുടെ ബാഗും പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ
ഏത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്ത് സംഭവിച്ചാലും നമുക്കത് ചെയ്യാതെ നമ്മുടെ മനസാക്ഷി സമ്മതിക്കേണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് അപ്പൊ ആ ഒരു ചെയ്തതിന് ലോകത്തിന്റെ വാർത്ത കണ്ട് കേട്ട അദ്ദേഹത്തെ പോലുള്ള നൂറുകണക്കിന് ആളുകൾ എന്നെ വിളിച്ചു. ആ പൈസ ഞങ്ങൾ പേ ചെയ്യാൻ തയ്യാറാണ്. ഫോൺ അദ്ദേഹം വിളിച്ചത് ഗൾഫിൽ നിന്ന് വിളിച്ചു. ഞാനന്ന് പൈസ കളക്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ പക്ഷെ ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ വിളിച്ചത്. ഞാൻ എന്റെ ശമ്പളം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ശമ്പളം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ പൈസ എന്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്ത് അവരെ മെയിൽ ഔട്ട് ചെയ്ത് കുട്ടികൾക്ക് അത് ചെയ്യാൻ. അങ്ങനെ ഇതുപോലെ നമ്മൾ ഓരോ കാര്യം കോസിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്തൊരു സിൻസിയറിറ്റി അതിൻ്റെ അകത്തുള്ള നമ്മുടെ കൺവിക്ഷനും വേണ്ടി അതിൻ്റെ ഡിറ്റർമിനേഷനും ഒക്കെയാണ് നമുക്ക്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായും CNA ഫൈറ്റിൽ ഒരിക്കലും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ UDF-കാരുടെ പിന്തുണ ഉണ്ടാക്കാൻ കിട്ടിയത്. ഞാൻ ഇന്നും പറയുന്നു, എനിക്ക് 100% ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ആ കാര്യം ഞാൻ ആ വിഷയത്തിൽ ഞാനൊരു കേരളത്തിലെ പൊളിറ്റിക്സിൽ നിലവിലുള്ള ഒരു അപ്രോച്ച്, ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആളുകൾക്കൊരു ട്രസ്റ്റ് ഡെഫിസിറ്റും പൊളിറ്റീഷ്യൻസിനെ ആണെങ്കിലും നേതാക്കന്മാരെ ആണെങ്കിലും അത് പാരനെ കുറ്റല്ല. ഞാൻ ആരെയും കുറച്ച് പറയും നമ്മൾ മുന്നിൽ പാർട്ടി മോശക്കാരെന്ന് പറയുന്നതല്ല. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞേ കേട്ടിട്ടുണ്ട്, ഓവർ ഹിയർ ചെയ്തിട്ടുണ്ട്. ഇവര് നാളെ അങ്ങോട്ടും കൂടുതലൊക്കെ പറയും, നാളെ ഇവര് അനുസരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് ആ ഒരു പരിധി വിട്ട് പ്രശ്നം. നമ്മൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ വിഷയത്തിലെ കാര്യങ്ങൾ ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. ആ ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തി ഐ വിൽ ലീവ് ഇറ്റ്. ഫസ്റ്റ് ഇഫ് somebody take it over, okay fine. നിയമം അതിന്റെ വഴിക്ക് എടുത്താൽ നിയമം സംവിധാനം അത് ടേക്ക് ഓവർ ചെയ്തെടുത്തു. പക്ഷെ ഞാൻ അതിന് അറ്റംപ്റ്റ് ചെയ്തത് ഞാൻ തന്നെ അത് ഫർദർ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ മുൻകൈ എടുക്കണമെന്നും തീരുമാനിച്ചു. ഞാൻ ആഗ്രഹിച്ചത് ആ കേസില് വക്കീലായിട്ടാണ്. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനും സ്ട്രെങ്തുമാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാൻ വക്കീലായിട്ട് ആ കേസ് വാദിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എന്നോടടുത്ത് നിൽക്കുന്ന എനിക്ക് അടുപ്പുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, വി വിൽ ഫൈറ്റ് ഇറ്റ്, വൈ ഡോണ്ട് യു ഫയൽ എ പെറ്റീഷൻ അഗൈൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ. അപ്പൊ എനിക്ക് വളരെ അടുപ്പമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞപ്പോഴും when I looked at their face, I could read a hesitation. അവരുടെ മനസ്സിൽ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി എന്ന് പറയുമ്പോൾ then immediately I decided I will take the risk. അങ്ങനെയാണ് ഞാൻ തന്നെ പരാതിക്കാരനായി കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലോവർ കോർട്ട് ആ ടേക്കിന് ഡിഫറെന്റ് വ്യൂ. ഞങ്ങൾക്കൊരു ലോയർ എന്ന നിലയ്ക്ക് ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ്. പിന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വാദത്തിൽ മറുപടി പറയാം. പിന്നെ ആക്ച്വലി ഫോമയുടെ ഫസ്റ്റ് ഡേ പ്രൊസസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലേ. സോറി, അവരെന്നെ റിക്വസ്റ്റ് ചെയ്തത് 8-ാം തീയതി വരണം എന്നുള്ളതാണ്. പക്ഷെ ഐ കുഡ് നോട്ട് കം ഓൺ 8 ബിക്കോസ് ഞാൻ അതിൻ്റെ ലോവർ കോർട്ട് ജഡ്ജ്മെന്റിനെതിരായിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹിയറിംഗ് ആർഗ്യുമെന്റ്സ് 7-ാം തീയതി കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. എന്തോ ആയിരിക്കും കോടതി പറയാമെന്ന് എനിക്കറിയാം. ബട്ട് വിത്ത് ഓൾ ഹേർട്ട് അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കേസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കോടതിയാണ്. അത് നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ റൂൾസസ് ഉണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളത്. ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് ടു സുപ്രീം കോടതി. ഉണ്ടാവും ഹൈക്കോടതി പേരായിട്ട് വന്നാൽ സുപ്രീം കോടതി പോകും. അതിന് എത്ര ലക്ഷം രൂപ ചെലവ് വന്നാലും അതിൻ്റെ 4 അതിന് വേണ്ടി ഒരു പൈസ നടത്തിയോ പാർട്ടിക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല. ദിസ് ഈസ് വാട്ട് ഐ കെൻ ഡു. ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ കൊണ്ടുവന്നാൽ അതിന്റെ അറ്റം വരെ നിന്ന് ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ കോൺസിക്വൻസ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ വിവാദമായതുകൊണ്ട് അതല്ലാതെ അവർ ടാർഗറ്റ് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും ഭീഷണികളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു വസ്തുതകൾ പോകും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ സിസ്റ്റം. ഞാൻ പറഞ്ഞു തന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു ഇത്തരം കരുത്ത് കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തരുന്ന ഒരു സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും പൈസയായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആ ഒരു വേർഡ് ഓഫ് മൗത്തും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആ ഒരു കോഴ്സിന് പണം കൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതിൻ്റെ ഇരട്ടി നമുക്ക് നിങ്ങളുടെ ആ ഒരു പിന്തുണ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. നാട്ടിലൊരു മാറ്റം, അനിവാര്യ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ റിസ്ക്കും അതിന്റെ കോൺസിക്വൻസും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ മാറ്റം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് പ്രവാസികൾ. അപ്പൊ അതുകൊണ്ട് പ്രവാസികൾ തന്നെ ഞാൻ ഈ വിഷയത്തിൽ അവരെല്ലാവരും ഒത്തിരി പേര്
എന്നെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും ഈവൻ ഇടതുപക്ഷ ഇതിൽപ്പെട്ട ആളുകൾ പോലും എന്നോട് ഈ വിഷയത്തിൽ ഐക്യദാർഢ്യം അറിയിക്കുകയും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ അത് ഒരുപാട് പൊളിറ്റിക്കലായിട്ട് എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘകാലമായി നാട് വിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്നും നന്മ ഉണ്ടാകണമെന്നും നാട്ടിൽ മാറ്റം ഉണ്ടാകണമെന്നും നമ്മുടെ നാട് നന്നായി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവരിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതും അതാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആദ്യം അഡ്രസ് ചെയ്തത് UDF-ന്റെ നേതാക്കന്മാർ പ്രവർത്തകരുള്ള ഒരു പ്രവർത്തക യോഗത്തെയാണ്. അതിനുശേഷമാണ് പബ്ലിക്കിനെ കൂട്ടിയുള്ള വലിയൊരു കൺവെൻഷൻ. ആദ്യമേ സ്ഥാനാർത്ഥിയെ ലോഞ്ച് ചെയ്യുന്ന ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ എന്നെ സ്വയം ഓർമ്മപ്പെടുത്താറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത് ജനങ്ങൾക്ക് മുമ്പിൽ വലിയ വാഗ്ദാനം പറയാനോ വലിയ അവകാശവാദം ഉന്നയിക്കാനോ ഞാൻ ആളല്ല. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പൊതുരംഗത്ത് നിൽക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥ 3 വാക്കുകൾ ഞാൻ മുറുകെ പിടിക്കും. 3 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വാക്കായിട്ട് തരികയാണ്. ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും പ്രവർത്തിക്കുന്ന 3 വാക്കുകളെയും പറഞ്ഞിട്ടുണ്ട്. കഴിവതും അത് മുറുകെ പിടിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ഞാൻ പരിശ്രമിക്കും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും, പ്രത്യേകിച്ച് നമ്മുടെ പറഞ്ഞ മാതിരി മുതിർന്ന ആളുകളടക്കമുള്ളവരുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അദ്ദേഹം ഞാൻ പ്രായമായ ആളെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ഫോമയിൽ കണ്ടതിൽ ഏറ്റവും എങ്ങായിട്ട് നല്ല സുന്ദരനായിട്ട് ഡ്രസ് ചെയ്ത് ഈ ഡ്രസ്സിനെ വരില്ല. കാരണം ആ ഡ്രസ്സൊക്കെ നല്ല കറക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നന്നായി നല്ല ഇതായിട്ട് ഡ്രസ് ചെയ്ത് നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് വളരെ എങ്ങായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ ഒക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും പിന്തുണ ഉണ്ടാകണം. നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം വന്നതിൽ കാണാൻ വന്നതിലും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചേംബർ ഓഫ് കോമേഴ്സിനോട് എനിക്കിങ്ങനെ വ്യക്തിപരമായൊരു അടുപ്പമുണ്ട്. ഞാനത് തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്യും. അത് ഞാൻ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയൊക്കെ ആവുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു ബന്ധമാണ്. കീപ്പ് ഗോയിങ്. ഞാനത് തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിക്കും. നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു വാക്കിൽ ഒരു സെക്കൻഡ്. നമുക്കിപ്പോ അങ്ങനെ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് സംസായി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ അഡ്വൈസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ ഞാൻ ഉണ്ടാവാൻ വേണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ് ആരെങ്കിലും ഡിലേ ചെയ്യേണ്ടെന്ന് നോക്കണം. ഐ എം അവൈലബിൾ. ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. നിങ്ങളൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് ഒക്കെയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോ ഫോർമലി നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഓക്കെ. ഒറ്റ വാക്കിൽ ഞാൻ നന്ദി എന്ന് പറഞ്ഞോട്ടെ. OICCയും സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംയുക്തമായിട്ട് നമുക്കിതിപ്പോഴത്തെ അവസരം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനായ ഡോക്ടർക്ക് ഒരവസരം ഇവിടെ വരുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിഞ്ഞു. അതിന് സംയുക്തമായിട്ട് എല്ലാവരുടെയും നന്ദി പറയുകയാണ്. വേദിയിലിരിക്കുന്ന ഞാൻ പേര് പറയാത്തതിൻ്റെ കാര്യം എല്ലാവരും വിശിഷ്ട അതിഥികളാണ്. അതിനുവേണ്ടി സമയം കളയുന്നില്ല. നമ്മൾ വളരെ പരിമിതപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമുക്കിതിപ്പോഴുള്ള ഒരവസരം ഒരുക്കി തന്നതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഫുഡുണ്ട്, ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എയർ കണ്ടീഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്ത എല്ലാവരോടെയും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇത്രയും വിജയിപ്പിച്ചത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരാണ്. ഓരോ വ്യക്തികളോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട്, ഇന്ന് സ്വീകരണം കൊടുക്കുന്ന അല്ലെ നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2 മഹാവ്യക്തികളാണ്. ഒന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ മാത്യു കുഴനാട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ജീവൻ പറഞ്ഞു PT തോമസിന്റെ കാര്യം. അതായത് നിയമസഭയിലെ എതിർകക്ഷികളെ നിഷ്പ്രയാസം വാഗ്ദോരി കൊണ്ട് അടിച്ച് നിലംപരിശാക്കുന്നതായിട്ടുള്ള, അതായത് ശരിക്കും പഠിച്ച് അതിനെപ്പറ്റി സംസാരിപ്പാൻ ധാരാളം പേരുണ്ട്, ഇല്ലെന്നല്ല 140 MLA-മാരുണ്ട്. എന്നാൽ
അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ ശക്തമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണകക്ഷിയെ അവർക്ക് എഴുന്നേറ്റ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി വരെ മറുപടി പറയാതെ രീതിയിൽ എഴുന്നേറ്റ് പോകുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മാത്യു കുഴൽനാടനെ പോലുള്ള വ്യക്തികൾ ചെറുപ്രായത്തിൽ ധാരാളം പേരുണ്ട് ഇന്ന് കേരളത്തിൽ. അവരൊക്കെയും വളർന്നു വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇത്ര ശക്തമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട MLA-യോട് ഞങ്ങള് USA മാത്രമല്ല ഗ്ലോബൽ കോൺഗ്രസിന്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും അതുപോലെ തന്നെ കൂടുതൽ ശക്തി പകരുവാനായിട്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് 3 ഹൂസ്റ്റന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റൊരു സിറ്റിക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 ഒരു മേയറും ഒരു ജഡ്ജിയും ഇട്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് കിട്ടിയ 3 വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് കയറ്റത്തോട് കയറ്റം, ഇനി എവിടെ വരെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ജെയിംസ് കോളൻ. അത് കഴിഞ്ഞു ഇപ്പം ഫോമയുടെ പ്രസിഡന്റായിട്ട് മണക്കുന്ന ബേബിച്ചാൻ. അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിലായിരുന്നെങ്കിൽ നമുക്കൊരു MLA കൂടെ കിട്ടിയതിന് മാത്യു കുഴൽനാടന്റെ കൂടെ തന്നെ ശക്തമായ വാക്തോരത്തിൽ ഇതേ ഇരിക്കുന്നു റാന്നിയുടെ MLA. ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും അധികം സമയം കളയാതെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അതിപ്പോൾ തന്നെ കുഴൽനാടൻ സാർ എന്നെ മറുപടി പറഞ്ഞു. എനിക്കതിനകത്ത് അല്പം പ്രയാസമൊക്കെ ചില സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും കേൾക്കാനല്ല, സോമൻ പറഞ്ഞ പോലെ അതിനെ വിശദീകരണം തന്നുകൊണ്ട് വളരെ നന്ദി. നമ്മള് ഇവിടെ നിന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കൊണ്ട് എന്തിനും ഞങ്ങളുടെ കൂടുണ്ട്. 2 ഒത്തൊരുമയോട് നിൽക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അത് ഇവിടെ ആയാലും നാട്ടിലായാലും. നമ്മുടെ കോൺഗ്രസിന്റെ ഒരു വലിയ ദൗർബല്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ അവർ ഒന്നിച്ച് നിൽക്കും. നമ്മുടെ കോട്ടയത്ത് നമ്മൾ കണ്ടു, ചാണ്ടി ഉമ്മനെ ജയിപ്പിക്കുവാനായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അതേപോലെ എറണാകുളത്ത് ഉമ്മ ടീച്ചറെ സംരക്ഷിക്കുവാനും ജയിപ്പിക്കുവാനായിട്ട് നമ്മൾ ഒന്നിച്ചു നിന്നു. പക്ഷേ അടുത്ത ഇലക്ഷൻ വരിക, ഇപ്പോഴേ നമ്മളൊന്ന് ഫ്രഷ് ആകേണ്ട ആവശ്യമുണ്ട്. ഒരു തീരുമാനത്തിൽ എത്തണം നിങ്ങൾ. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അപ്പൊ തന്നെ ഇവിടെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോയി കേരളത്തെ ശക്തിപ്പെടുത്തുവാൻ ജഗദീശ്വരന് എല്ലാവിധ നന്മകളും നേരട്ടെ. മാത്യു സാറിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ മീറ്റിംഗ് ഇവിടെ ഔദ്യോഗികമായിട്ട്